ആദ്യം സംസാരിക്കുന്നത് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥൻ്റെ മരണത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ നിരന്തരമായി സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ പറയാൻ പോകുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സിദ്ധാർത്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ട SFI നേതാവ് ഇന്നലെ ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞത് ഈ സംഭവത്തിൽ വലിയ കുറ്റബോധം രേഖപ്പെടുത്തുന്നു. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത്. സിദ്ധാർത്ഥൻ്റെ കുടുംബത്തിന് മുന്നിൽ തല കുനിക്കുകയാണ്. ആത്മപരിശോധന സംഘടന ഇതുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടിയിരിക്കുന്നുവെന്നാണ് അദ്ദേഹം ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞത്. ഈ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ആദ്യം സംസാരിക്കേണ്ടത്. ഈ കുറ്റബോധം തോന്നാനും ആത്മപരിശോധന നടത്താനുമൊക്കെ ഒരിടം കൊടുക്കേണ്ടതുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ SFIയുടെ ഇപ്പോഴത്തെ ഈ നിലപാട്, അതായത് ഞങ്ങൾക്ക് കുറ്റബോധമുണ്ട്, അതിൽ മാപ്പ് പറയുന്നു എന്ന നിലയിൽ പറഞ്ഞോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ആത്മപരിശോധനയ്ക്കുള്ള ഒരു അവസരമാണ് എന്ന് പറയുന്നതൊക്കെ സ്വാഗതാർഹമാണ്. കാരണം ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ അതിനൊരു അവസരം ഉണ്ടാക്കണമായിരുന്നു എന്ന ചോദ്യം ഇനിയിപ്പോൾ നമ്മൾ പ്രാക്ടിക്കലി നമുക്ക് അതത്ര ചോദിക്കാൻ നിവൃത്തിയില്ലാത്തൊരു ചോദ്യമാണ്. പക്ഷേ കാര്യം ഇത്തരത്തിലേക്ക് ഈ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടും SFIക്കെതിരായിട്ടുള്ള പ്രചാരണങ്ങളോട് പ്രതികരിക്കാനാണ് അവർക്ക് കൂടുതൽ താല്പര്യമുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഒരുപക്ഷെ അവർ ശ്രമിച്ചിരുന്നത് അതിനാണ്. ഇപ്പോൾ പോലും ഇപ്പം ഞാൻ പറയുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അതിൽ നിന്ന് ഭിന്നമായി ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് കുറ്റബോധമുണ്ട്, ഞങ്ങളത് അംഗീകരിക്കുന്നു, അത് ആത്മപരിശോധന നടത്തേണ്ട വിഷയമാണ് എന്നൊരു SFI നേതാവ് പറയുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അവരുടെ ഒരു നിലപാടിൽ നിന്ന് കുറച്ചൊരു വ്യത്യാസമുള്ള നിലപാടായിട്ട് കാണേണ്ടിയിരുന്നു. അതുകൊണ്ടാണല്ലോ നമ്മളത് ചർച്ച ചെയ്യുന്നത് തന്നെ. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത് പറയുമ്പോഴും അവരുടെ യഥാർത്ഥത്തിലുള്ള അവരുടെ നിലപാട്, ഇന്നിപ്പോൾ SFI സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീ ഒരു ലേഖനം ദേശാഭിമാനി പത്രത്തിൽ എഴുതിയിട്ടുണ്ട്. അത് വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, ഈ നിലപാടുകൾ, ഈ പറയുന്ന നിലപാടുകൾ എന്നൊക്കെ പറയുന്നത് അവർക്ക് എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും പൊതുവായി സ്വീകരിക്കാവുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ക്യാമ്പസുകളിൽ അക്രമം പാടില്ല, ഒരു വിദ്യാർത്ഥിയെയും ആക്രമിക്കാൻ പാടില്ല തുടങ്ങിയ നിലപാടുകളാണ് SFIക്കുള്ളത് എന്നത് ഇപ്പോൾ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? കാരണം ഒന്ന്, അവിടെ ഒരു വിദ്യാർത്ഥി കൊല്ലപ്പെട്ടു, മരണത്തിലേക്ക് തള്ളിവിടപ്പെട്ടു എന്നുള്ള ഒരു സംഗതി അവിടെ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ വീണ്ടും കൊയിലാണ്ടിയിൽ മറ്റൊരു വിദ്യാർത്ഥിക്ക് മർദ്ദനമേറ്റു, SFIയുടെ പ്രവർത്തകരിൽ നിന്ന് തന്നെ മർദ്ദനമേറ്റു, അവർക്കെതിരെ കേസ് വരുന്നു എന്ന് കാണുമ്പോൾ ഇപ്പോഴും ഇത് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യം? അപ്പോൾ യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് ക്യാമ്പസുകൾ ഈ അക്രമത്തിൽ നിന്ന് മുക്തമാകണം എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇതെല്ലാം തന്നെ SFIയുടെ ആത്യന്തികമായി അവർ പുലർത്തിപ്പോരുന്ന അവർ പ്രഖ്യാപിതമായ അവരുടെ നിലപാടുകളെ തന്നെ വഞ്ചിക്കലാണ്. ഇതാണ് അവരുടെ നിലപാടെങ്കിൽ അതിനെ വഞ്ചിക്കലാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അതിനേക്കാൾ എളുപ്പം ഇപ്പോൾ SFIയെ സംബന്ധിച്ചിടത്തോളം ഓരോ ക്യാമ്പസിലും തങ്ങളുടെ ആധിപത്യം തെളിയിക്കാനും തങ്ങളുടെ മേൽക്കൈ തെളിയിക്കാനും ഒക്കെ ആയിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നത് രാഷ്ട്രീയമായ മുദ്രാവാക്യങ്ങളൊന്നുമല്ല. ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നത് കായികമായ ഒരു ശേഷിയാണ്. അത് എന്തുകൊണ്ട് എന്നുള്ള ഒരു ചിന്ത SFI ഉണ്ടാക്കിയെടുക്കുക. അതിലൂടെ സംഭവിക്കുന്നത് വെച്ചാൽ ഈ രാഷ്ട്രീയം ചോർന്നു പോവുകയാണ്, ഇവരുടെ ഉള്ളിലുള്ള രാഷ്ട്രീയം ചോർന്നു പോയി, മറിച്ച് ഒരു കായിക സംഘടനയായി ഇതിങ്ങനെ മാറുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. ഇത് ഒരു കോളേജിൽ മാത്രം സംഭവിക്കുന്നു. പലരും ഇപ്പോൾ ഇതിനോട് പ്രതികരിക്കുമ്പോൾ ഒരിടത്ത് ഇങ്ങനെ സംഭവിച്ചു എന്ന് കരുതി SFI മൊത്തം അങ്ങനെയാണ് എന്നിങ്ങനെ പറയാൻ കഴിയും എന്ന തരത്തിലുള്ള വളരെ നിഷ്കളങ്കമെന്ന് തോന്നിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇത് ഒരിടത്താണോ സംഭവിച്ചിട്ടുള്ളത്? കഴിഞ്ഞ ഏതാനും നാളുകളായി നമ്മൾ കണ്ടുകൊണ്ടിരുന്ന പല വാർത്തകളിലും SFI ഒരു പക്ഷത്ത് നിൽക്കുന്നുണ്ട്. മഹാരാജ് കോളേജിലുണ്ട്, യൂണിവേഴ്സിറ്റി കോളേജിലുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ കൊയിലാണ്ടി പോലുള്ള ഇങ്ങനൊരു അവിടുന്ന് ഒരു കോളേജിൽ നിന്ന് വന്ന റിപ്പോർട്ടുകൾ പോലെ മറ്റു പലയിടത്തുമുണ്ട് ഈ പ്രശ്നം. പലയിടത്തും SFIയുടെ കോടതി മുറികളുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിൽ തന്നെ വന്നൊരു വാർത്ത അതാണല്ലോ. മുൻ PTA നേതാവ് പറയുകയുണ്ടായി. എന്താ പറഞ്ഞത്? അവിടെ കോടതി മുറി, SFIയുടേതായിട്ടുള്ള കോടതി മുറിയുണ്ട്, വിചാരണ മുറിയുണ്ട്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ കാണിക്കുന്നത് ഇതൊരു പൊതു വ്യവഹാരമായി SFI നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ്. അല്ലാതെ ഒറ്റപ്പെട്ട ഏതെങ്കിലും ഒരു സ്ഥലത്തല്ല. SFI നേതൃത്വത്തിന് അതിൻ്റെ ഉത്തരവാദിത്വമുണ്ട്. ഇത് പറയാതെ ഇത് ഞങ്ങൾക്ക് ഞങ്ങൾ അക്കാര്യത്തിൽ അവർക്കുണ്ടായിട്ടുള്ള ഈ പറഞ്ഞ നേരത്തെ ഉണ്ടായിരുന്നതിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് പറയാതെ, അല്ലെങ്കിൽ ഞങ്ങൾ തന്നെയാണ് ഓരോ ക്യാമ്പസിലും ഞങ്ങൾ ഭരിക്കുന്ന ക്യാമ്പസുകളിൽ ഉത്തരവാദിത്വം ഏൽക്കുന്നത് എങ്കിൽ
അതാണ് ഞങ്ങളെല്ലാവരെയും നന്നാക്കി കളയാം എന്നുള്ള ഉത്തരവാദിത്തം ഞങ്ങൾക്കാണുള്ളത് എങ്കിൽ അത് പറയാതെ ഇത്തരത്തിലുള്ള വാചകമടി കൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യവും ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ ഇത് പറഞ്ഞ നേതാവിന് പോലും അതൊരു ഘട്ടത്തിൽ പറയേണ്ടി വന്നതാകാം, ഒരു ഘട്ടത്തിൽ ഒരു ചർച്ചയിൽ അത് പറയേണ്ടി വന്നതാണ്, അങ്ങനെ ഒരു കുറ്റസമ്മതം നടത്തേണ്ടി വന്നതാകും. അത് ഫലത്തിലെത്തണമെങ്കിൽ അതിന് വേറൊരു പ്രക്രിയ ആവശ്യമാണ്. അല്ലാതെ ഇങ്ങനൊരു കാര്യങ്ങൾ പിന്നെ എന്താ പറയുക വാചകം കൊണ്ട് മാത്രം പറഞ്ഞാൽ തീരുന്നൊരു പ്രശ്നമല്ല. തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു ചാനൽ ചർച്ചയിലാണ് ഇത് പറയേണ്ടി വന്നത് എന്ന് നമ്മൾ ഊന്നി തന്നെ പറയണം. സ്വമേധയാ ഒരു പ്രസ്താവന പറയുകയല്ല ചെയ്തത്, അല്ലെങ്കിൽ സ്വമേധയാ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയല്ല ചെയ്തത്. ഒരു ചാനൽ ചർച്ചയിലാണ് ഈ അഫ്സൽ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതുമാത്രമല്ല ജിംസക്ക നോക്കൂ, 50 വർഷത്തിലധികം പാരമ്പര്യമുള്ള ഒരു വിദ്യാർത്ഥി സംഘടന, കേരളത്തിൻ്റെ വിദ്യാർത്ഥി രാഷ്ട്രീയ മണ്ഡലത്തിൽ തന്നെ ഇത്രയും സ്വാധീനം ചെലുത്തിയിട്ടുള്ളൊരു സംഘടന. അപ്പോൾ അതിനുണ്ടാകുന്ന മൂല്യച്യുതിയെ നിരന്തരമായി മാധ്യമങ്ങളടക്കം വിമർശനം പറയുമ്പോൾ, അവരുടെ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാട്ടുമ്പോൾ അത് ആ സംഘടനയെ ഒന്നാകെ നശിപ്പിക്കാൻ മാത്രമാണ് പറയുന്നത്, അല്ലെങ്കിൽ ഈ വിമർശനങ്ങളെ സ്വീകരിക്കാതിരിക്കാനുള്ളൊരു അസഹിഷ്ണുത കാട്ടുന്നത് എന്തുകൊണ്ടാണ്? അല്ല, ഇത് SFI കാര്യത്തിൽ കുറ്റസമ്മതം നടത്തുകയോ മാപ്പ് പറയുകയോ ചെയ്തിട്ടില്ല. EFSL എന്ന് പറയുന്ന എൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ഒരു ചാനൽ ചർച്ചയിൽ ഉത്തരം മുട്ടുമ്പോൾ പറഞ്ഞ ഒരു കാര്യം മാത്രമാണ്, ഞങ്ങൾ തെറ്റി സമ്മതിക്കുന്നു, ഞങ്ങൾ തലകുനിച്ചാണ് നിൽക്കുന്നത് എന്നുള്ളത്. അത് അവർ പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് ഉത്തരം മുട്ടിയെന്നും അവർ തലകുനിച്ചാണ് നിൽക്കുന്നതും ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. SFIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റോ അല്ലെങ്കിൽ ഒരു പ്രസ്താവനയായിട്ട് ഈ വിഷയത്തിൽ സംഘടനയ്ക്കൊരു തെറ്റുപറ്റി അത് ഞങ്ങൾ പുനഃപരിശോധിക്കുമെന്ന് പറഞ്ഞാൽ നമുക്കത് വിശ്വസിക്കാം. ചാനൽ ചർച്ചയിൽ നിന്ന് EFSL പറയുന്നതല്ല SFIയുടെ നിലപാട് എന്ന് ഞാൻ പറയാൻ കാരണം, ഇത് ഒരു വയലൻസ് ഉണ്ടായി, അല്ലെങ്കിൽ ഒരു കൊലപാതകം ഉണ്ടായി, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്യാമ്പസിൽ കുറേ പേരെ അടിച്ചു, ഇതല്ല അതിൻ്റെ പ്രശ്നം. അവർ എല്ലാ കാലത്തും ക്യാമ്പസിൽ പുലർത്തുന്ന ഒരു രാഷ്ട്രീയ സമീപനത്തിൻ്റെ പ്രശ്നമുണ്ട്. ആ പ്രശ്നം അത് ജനാധിപത്യപരമല്ല എന്നുള്ളതാണ്. അവർ സ്ഥിരമായി പറയുക, ഞങ്ങൾ ക്യാമ്പസിൽ നിന്ന് വർഗീയതയെ തടുത്തു നിർത്തുന്നവരാണ്, വർഗീയതയ്ക്ക് ഈ ക്യാമ്പസിൽ സ്ഥാനമില്ല. അപ്പോൾ പിന്നെ അങ്ങനെയാണ് അവർ അതിൻ്റെ ഒരു മുദ്രാവാക്യം എഴുതി വയ്ക്കുക. എന്നിട്ട് എന്താ ചെയ്യുക, അവിടെ യൂണിറ്റ് ഇടാൻ വരുന്ന KSU പ്രവർത്തകരെ കൈതല്ലി ഓടിക്കുക. അല്ലെങ്കിൽ വേറെ ഇപ്പോൾ ABVP RSSൻ്റെ വിദ്യാർത്ഥി സംഘടനയാണ്, ഓക്കെ, അവരെ കൈ തല്ലി ഓടിച്ചിട്ടല്ല ആശയത്തെ നേരിടുന്നത്, അല്ലെങ്കിൽ അവരെ തല്ലി ഓടിച്ചിട്ടല്ല ആശയത്തെ നേരിടുന്നത്. അങ്ങനെ തല്ലി ഓടിക്കുമ്പോൾ ഉണ്ടാകും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അവർക്ക് പ്രവർത്തിക്കാനോ അവരുടെ ആശയം പ്രചരിപ്പിക്കാനോ സാധ്യതയില്ല. ജനാധിപത്യത്തിൻ്റെ സാധ്യത ഉണ്ടാകുമ്പോൾ അവർ മറ്റു വഴികൾ തേടും. ഈ തല്ലി ഓടിക്കപ്പെട്ട ആളുകൾ ഉൾപ്പെടെ, തല്ലുകൊണ്ട ആളുകൾ ഉൾപ്പെടെ, അതിനോട് വിയോജിപ്പുള്ള ആളുകൾ ഉൾപ്പെടെ, എന്നാൽ പിന്നെ ഇതെന്താണെന്ന് അറിയാം, ഈ ആശയത്തെക്കുറിച്ച് പഠിക്കാൻ തീരുമാനിക്കുകയും അതിനോട് വൈകാരികമായ ആശയത്തോട് അടുത്ത് നിൽക്കുകയും ചെയ്യും. അവർ SFI വെറുക്കും. അങ്ങനെയാണ് ABVP വളരുന്നത്. അതിവർ മനസ്സിലാക്കുന്നില്ല. അല്ലെങ്കിൽ ABVP എതിർക്കലാണ് അവരുടെ പണി, അല്ലെങ്കിൽ KSUവിനെ ഇല്ലാതാക്കലാണ്, അല്ലെങ്കിൽ MSFനെ ഇല്ലാതാക്കലാണ്. പറഞ്ഞാൽ അവരെ കായികമായി നേരിടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം SFIയോട് അവരുടെ ആ രീതിയിൽ വിയോജിപ്പുള്ള ആളുകൾ ആ ചേരിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ആ സംഘടനകൾ വളരുന്നത്. അതേസമയം ഒരു ക്യാമ്പസ് ജനാധിപത്യപരമാകണം എന്ന ആശയം നഴ്സറിയിൽ കുട്ടികളെ പഠിപ്പിക്കും പോലെ SFI അവരിൽ ചേരുന്ന വിദ്യാർത്ഥികളെ പഠിപ്പിക്കണം. അങ്ങനെ പഠിപ്പിക്കുമ്പോൾ എന്താണ്ടാവുമെന്ന് വെച്ചാൽ എല്ലാ ആശയങ്ങളും പരസ്പരം സംവാദം നടത്തുന്ന ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു ക്യാമ്പസ് രൂപം കൊള്ളും. ഈ SFIക്ക് മേധാവിത്വമുള്ള, ഞങ്ങൾക്ക് സ്വാധീനമുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, ഈ മേധാവിത്വം ഉണ്ടാകുന്നത് എതിരാളികളെ ഇല്ലാതാക്കിക്കൊണ്ടാണ്. അവരെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അനുവദിക്കാതെ അവരെ കായികമായി നേരിട്ട് തല്ലി ഒതുക്കുന്നതുകൊണ്ടാണ് വേറെ ആരും ഇല്ലാത്തത്. അതിനെ സ്വാധീനമെന്നോ ഞങ്ങളാണ് ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വേറെ ആർക്കും പ്രവർത്തിക്കാൻ സാധ്യതയില്ല, പിന്നെ അവർ മാത്രമേ ഉണ്ടാവൂ. അങ്ങനെ ജനാധിപത്യ വിരുദ്ധമായ ക്യാമ്പസുകളിൽ നിന്ന് പുറത്തു വരുന്ന ആളുകൾ പിന്നീട് രാഷ്ട്രീയ പാർട്ടികളിൽ ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാവുന്ന ദുരന്തമാണ് നാം ഈ രാഷ്ട്രീയ മേഖലയിൽ നിന്ന് സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്നത്. അത്തരം ആളുകൾ പാർട്ടി കമ്മിറ്റിയിൽ ഇരിക്കുമ്പോഴാണ് സ്വന്തം പാർട്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരാളെ കുലംകുത്തി എന്ന് വിളിക്കുന്നത്. അയാളെ പാർട്ടി കമ്മിറ്റി തീരുമാനമെടുത്ത് അയാളെ 51 വെട്ടി ഇല്ലാതാക്കുന്നത്. അത്തരം ആളുകളാണ് ജനാധിപത്യ വിരുദ്ധമായ രാഷ്ട്രീയം രാജ്യത്ത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അതേ ആളുകൾ അവരെ എതിർക്കാൻ വേണ്ടി അവരുടെ എതിരാളികളും അവരുടെ അതേ മാർഗം സ്വീകരിക്കുകയും ചെയ്യുന്നു. അവരെ എതിർക്കുന്ന ആളുകളും അതേ മാർഗം സ്വീകരിച്ചുകൊണ്ട് അവരും ജനാധിപത്യ വിരുദ്ധരായി മാറുക എന്നുള്ള രാജ്യത്തിൻ്റെ ജനാധിപത്യ സ്വഭാവം ഇല്ലാതാവുമെന്നാണ്. അപ്പോൾ ഇത് ആദ്യം അവർ മനസ്സിലാക്കണം. സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം കൊടിയിൽ എഴുതി വെച്ചിട്ട് കാര്യമില്ല. ആ കൊടിയിൽ എഴുതിയത് വായിച്ച് പഠിക്കണം. എന്താണ് എഴുതി വെച്ചതെന്ന് ആദ്യം വായിച്ച് പഠിക്കണം. ഇവിടുത്തെ പ്രശ്നം ഇത് റാഗിങ്ങോ അല്ലെങ്കിൽ ഒരു ക്യാമ്പസ് വയലൻസോ അക്രമ രാഷ്ട്രീയമൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം ഇതിൽ വേറെ ഒന്ന് തന്നെയാണ്. അത് SFI എന്ന പാർട്ടി എങ്ങനെയാണോ ക്യാമ്പസിൽ പ്രവർത്തിക്കുന്നത് അതിൻ്റെ സൈഡ് എഫക്ട്സ് അവർക്കും മറ്റുള്ള പൊതുസമൂഹത്തിനും നേർക്ക് നേരെ അനുഭവിക്കുന്ന അതിൻ്റെ ഏറ്റവും എക്സ്ട്രീമായിട്ടുള്ള ഫലങ്ങൾ പുറത്തു വരുന്നതാണ്. ഇത് റാഗിങ് അല്ലല്ലോ. ഇതിനെ റാഗിങ് എന്ന് വിളിക്കുന്നതിനാണ്. റാഗിങ് എന്ന് വിളിച്ച ഇവിടുത്തെ ഈ പറയുന്ന ബുദ്ധിജീവികൾ എന്ന് വിളിക്കുന്ന ആൾക്കാരാണ്. അതായത് വിയോജിപ്പോടെ ഇടതുപക്ഷം എന്നൊക്കെ പറഞ്ഞ് വോട്ട് ചെയ്യുന്ന ആളുണ്ടല്ലോ. CPM പ്രശ്നമാണ്, എന്നാലും വേറെ ഞങ്ങൾക്ക് ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് അതിന് വോട്ട് ചെയ്യുന്നു എന്ന് പറയുന്ന കുറേ ആളുണ്ട്. അവരാണ് ഇത് റാഗിങ് ആണെന്ന് പറഞ്ഞു വരുത്തിയത്. റാഗിങ് അവസാനിപ്പിച്ച വിദ്യാർത്ഥി സംഘടന റാഗിങ്ങിലേക്ക് എന്ന്
അത്ഭുതം കൂറുകയും ഞെട്ടലോടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും ചെയ്തവരാണ്. ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് റാഗിങ്ങേ അല്ല. ഇതെന്താണ് സംഭവം? ഒരു വാലന്റൈൻസ് ഡേയുടെ അന്ന് ഒരു കുട്ടിയോട് അപമര്യാദയായി പെരുമാറി എന്നാണ് സിദ്ധാർത്ഥിനെതിരെയുള്ള ആരോപണം. ആ ആരോപണം അതിനുശേഷമാണ് നമ്മൾ പുറത്തറിയുന്നത് അങ്ങനെ ഒരു ആരോപണം ഉണ്ടെന്നുള്ളത്. അയാൾ മരിച്ചു കഴിഞ്ഞിട്ടാണ് ആ പരാതി പോലും അവിടെ പോകുന്നത്. അപ്പോൾ അത് ഉള്ളതാണോ ഇല്ലാത്തതാണോ നമുക്കിപ്പോഴും അറിയില്ല. അതേസമയം ഇന്ന് മീഡിയ വണ്ണിനോട് ആ സിദ്ധാർത്ഥൻ്റെ അച്ഛൻ പറയുന്നത് ക്യാമ്പസിൽ നിരന്തരം സംവരണത്തിലൂടെ സീറ്റ് നേടി എന്ന അപഹസിക്കപ്പെട്ട ആളാണ് സിദ്ധാർത്ഥൻ. അവിടെ ജോയിൻ ചെയ്ത അന്ന് മുതൽ സംവരണത്തിലൂടെ സീറ്റ് നേടി. കാരണം OEC കാറ്റഗറിയിൽപ്പെട്ട ആളായിരുന്നു സിദ്ധാർത്ഥൻ. അപ്പോൾ ജാതീയമായി സംവരണ വിരുദ്ധമായ അധിക്ഷേപങ്ങൾ നിരന്തരം സഹിക്കേണ്ടി വന്ന സിദ്ധാർത്ഥൻ ഈ കൊലപാതകം പോലും അതിൻ്റെ ഭാഗമാണെന്ന് ഞങ്ങൾ സംശയിക്കുന്നു എന്നാണ് സിദ്ധാർത്ഥൻ്റെ അച്ഛൻ പറയുന്നത്. അപ്പോൾ ഇത് ചെയ്തത് SFI ആണോ? SFI ആണെങ്കിൽ ഇവരെന്ത് രാഷ്ട്രീയമാണ് ക്യാമ്പസിൽ പറയുന്നത് അല്ലെങ്കിൽ ക്യാമ്പസിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്? അതായത് സംവരണം നേടി കോളേജിൽ സീറ്റ് നേടിയ ഒരു അതർ എലിജിബിൾ കാറ്റഗറി എന്ന് വെച്ചാൽ അതിപിന്നോക്കാവസ്ഥയിലുള്ള ഒരു കാസ്റ്റിൽപ്പെട്ട ഒരാളാണ്. അയാൾ ആ ക്യാമ്പസിൽ വരുമ്പോൾ അയാളെ സംവരണ സീറ്റ് നേടിയെന്നതിൻ്റെ പേരിൽ അധിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ അതാരാണ് ചെയ്തത്? അതിൽ SFIക്കാരുണ്ടോ? SFI അത് ചെയ്തിട്ടുണ്ടോ? അവിടുത്തെ യൂണിറ്റ് അത് ചെയ്തിട്ടുണ്ടോ എന്ന് ഇവർ ആത്മപരിശോധന നടത്തുമോ? അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മുന്നാക്ക സംവരണം വഴി സാമ്പത്തിക സംവരണത്തെ എൻകറേജ് ചെയ്യുന്ന ഒരു പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയാണ് SFI എങ്കിൽ ഇതിന് SFI മറുപടി പറയണം. 2, ഇനി ഒരു പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറി അതിൻ്റെ പേരിൽ ഞങ്ങൾ എന്ത് ചെയ്തു? ആൾക്കൂട്ട വിചാരണ നടത്തുകയാണെങ്കിൽ ആൾക്കൂട്ട കൊലകൾക്കും പശുക്കൊലകൾക്കും സദാചാര കൊലപാതകങ്ങൾക്കും എതിരെ രാജ്യം മുഴുവൻ അഭിപ്രായം പറയാനും ശബ്ദമുയർത്താനും SFIക്ക് എന്താണ് യോഗ്യത? SFIയുടെ മാതൃസംഘടനയ്ക്ക് എന്താണ് യോഗ്യത? ഇതിന് മറുപടി പറയണം. 3-ാമത്തെ കാര്യം, ഇനി സിദ്ധാർത്ഥനോട് വേറെ മറ്റെന്തെങ്കിലും വിയോജിപ്പിൻ്റെ പേരിൽ ഇങ്ങനെ ആൾക്കൂട്ട കൊല ചെയ്ത് കളയാം, കുട്ടികളൊക്കെ വിളിച്ചു വരുത്തി പരസ്യമായി ആൾക്കൂട്ട വിചാരണ ചെയ്ത് കളയാം എന്ന് അവർക്ക് തോന്നലുണ്ടെങ്കിൽ അവരെങ്ങനെയാണ് നിലവിൽ കേന്ദ്രം ഭരിക്കുന്ന BJPക്കെതിരെ സംസാരിക്കുക? RSSനെതിരെ എങ്ങനെ സംസാരിക്കുക? നിങ്ങളുടെ രാഷ്ട്രീയം എന്താണ് എന്നിവർ വിശദമാക്കണം ഇനി. അപ്പോൾ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന ആത്മാർത്ഥതയോടെയാണ് പറയുന്നതെങ്കിൽ എവിടെയാണ് വീഴ്ച പറ്റിയതെന്ന് സമൂഹത്തോട് തുറന്നു പറയണം. എവിടെയൊക്കെ വീഴ്ച പറ്റിയെന്ന് തുറന്നു പറയണം. പൂക്കോട് വെറ്റിനറി ക്യാമ്പസിൽ മാത്രമല്ല കേരളത്തിലെ മറ്റേതൊക്കെ ക്യാമ്പസിൽ അവർക്ക് വീഴ്ച പറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ നിങ്ങൾക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടോ? വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറയണം. 3 പേർ ഒരു മരത്തിന് ചുവട്ടിൽ ഒരുമിച്ചിരുന്ന് സംസാരിച്ചതിനാണ് അവിടെ അടിച്ചോടിച്ചത് യൂണിവേഴ്സിറ്റി കോളേജിൽ. അവിടെ പരസ്പരം കത്തിക്കുത്ത് പുറത്തു വന്നത് കത്തിക്കുത്തിൽപ്പെട്ട പ്രതികൾ PSC റാങ്ക് ലിസ്റ്റിൽ തട്ടിപ്പ് നടത്തി അവർ പോലീസിൽ കയറി എന്നുള്ളതാണ്. അങ്ങനെ എത്ര പേർ കയറിയിട്ടുണ്ട്? അത് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കാറുണ്ടോ? പരീക്ഷയിൽ മാൽപ്രാക്ടീസ് നടത്താൻ വേണ്ടി സംഘടനാ സംവിധാനം ഉപയോഗപ്പെടുത്തുന്നുണ്ടോ? മറ്റുള്ള സംഘടനകൾ പോട്ടെ, കുറഞ്ഞ പക്ഷം LDFിലെ ഘടകകക്ഷിയായ CPIയുടെ ASFനെ പ്രവർത്തിക്കാൻ അവർ ക്യാമ്പസിൽ അനുവദിക്കുമോ? ആ ക്വസ്റ്റിന് മറുപടി പറയണം. MG യൂണിവേഴ്സിറ്റിയിൽ ഇന്നത്തെ SFIയുടെ സംസ്ഥാന സെക്രട്ടറി PM.R. ഷോയോട് ASFിൻ്റെ നിമിഷ എന്ന് പറയുന്ന ഒരു വനിതാ നേതാവ് കൈ ചൂണ്ടി സംസാരിച്ചതിൻ്റെ ദൃശ്യങ്ങൾ നമ്മളിപ്പോഴും ഓർമ്മയുണ്ട്. എന്താണ് പറഞ്ഞത്? ഈ നിമിഷ എന്ന് പറയുന്ന ദളിത് സമുദായാംഗമായ ASFിൻ്റെ നേതാവിനോട് നിനക്ക് തന്തയില്ലാത്ത കുട്ടി ഉണ്ടാക്കി തരും എന്ന് പറയുന്ന വീഡിയോ നമ്മൾ കേട്ടതാണ്. നീ RSSകാരനാവില്ലടാ എന്ന് നിമിഷ R. ഷോയോട് പറയുന്ന വീഡിയോ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത് ഒരു വലിയ രാഷ്ട്രീയ പ്രശ്നമാണെന്ന് SFI മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ SFI മുകളിൽ നിന്ന് തിരുത്തണം, താഴെ നിന്നല്ല, മുകളിൽ നിന്നേ തിരുത്തണം. 4-ാമത്തെ കാര്യം, ഈ പ്രതികൾ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കോടതിയിൽ പോയി എന്ന് CPMൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായ CK ശശീന്ദ്രൻ തുറന്നു പറയുകയാണ്. ഞാൻ എന്തിനാണ് ആ കോടതിയിൽ പോയത്? അതായത് ആ പ്രതികളെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ തുടക്കം മുതൽ ഉണ്ടായിരുന്നെങ്കിൽ അത് CPM തുറന്നു പറയണം. അതെങ്ങനെയാണ് ആ പ്രതികളെ സംരക്ഷിക്കാൻ കോടതിയിൽ ഈ CK ശശീന്ദ്രൻ പോയിട്ട് എന്ത് ചെയ്യാനാണ്? അപ്പോൾ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് പോയിട്ട് ഇവർക്ക് ജാമ്യം കൊടുക്കണമെന്ന് ശശീന്ദ്രൻ പറഞ്ഞ മജിസ്ട്രേറ്റ് കേൾക്കുമോ? അങ്ങനെ കേൾക്കുന്ന മജിസ്ട്രേറ്റുമാരുണ്ടെങ്കിൽ കേരളത്തിൻ്റെ നീതിന്യായ സംവിധാനം എത്രമാത്രം ദുർബലമാണ്, എന്തിനാണ് പോയതെന്ന് ശശീന്ദ്രൻ പറയണം. അത് ശശീന്ദ്രൻ നിയോഗിച്ച പാർട്ടിയാണോ എന്ന് അവർ പറയണം. ഇനി ഒരു കാര്യം കൂടി, ഈ കേസിൻ്റെ തുടക്കം മുതൽ അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട്. ഈ കേസിൻ്റെ FIR ഇട്ടത് സൂയിസൈഡ് എന്ന് പറഞ്ഞിട്ടാണ്. അതായത് നമ്മളിപ്പോൾ ഒരു കൊലപാതകം കാണുകയാണ്, ഒരാൾ മരിച്ചു കിടക്കുന്നത് കാണുന്നു. ഞാൻ പോലീസിൽ പോയിട്ട് ഒരു ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുക, ആദ്യ സാക്ഷി എന്ന നിലയിൽ. ഞാൻ പറയുന്ന ഒരാൾ അവിടെ മരിച്ചു കിടക്കുന്നത് കണ്ടു, അല്ലെങ്കിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടു എന്നാണ് പറയുന്നത്. അത് മാത്രമേ FIRൽ എഴുതാവൂ. FIRൽ എഴുതുന്നത് ഒരാൾ മരിച്ച നിലയിൽ കണ്ടെത്തി അതൊരു അസ്വാഭാവിക മരണമാണ്, അത് അന്വേഷിക്കുന്നതാണ്. ഈ FIRൽ തുടക്കത്തിൽ എഴുതുന്നതെന്നറിയാം, സ്വയം കെട്ടിത്തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ കേസ്. ഇന്നലെ കൊടുത്ത റിമാൻഡ് റിപ്പോർട്ടിലും എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്, സ്വയം കെട്ടിത്തൂങ്ങി അതെങ്ങനെയാണ് അവർ ഈ അന്വേഷിക്കുന്നതിന് മുമ്പ് FIR ഇടുന്നത്? റിമാൻഡ് റിപ്പോർട്ടിൽ അത് ആവർത്തിക്കുന്നത് എങ്ങനെയാണ്? എന്നാൽ അതിൻ്റെ അവസാനം പറഞ്ഞിട്ടുണ്ട് ഇത് കൊലപാതകമാണെന്ന് മാധ്യമങ്ങളും വീട്ടുകാരും ആരോപിക്കുന്നു, അത് അന്വേഷിക്കണം എന്നാണ് ഇവരെ കസ്റ്റഡി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവർ ഈ റിമാൻഡ് റിപ്പോർട്ട് പറയുന്നത്. അതെങ്ങനെയാണ് പോലീസ് അറിഞ്ഞത്? അപ്പോൾ ശശീന്ദ്രൻ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ പാർട്ടി ഈ കേസ് അട്ടിമറിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും വരുന്ന റിമാൻഡ് റിപ്പോർട്ടാണ് നമ്മളിതിനെ കണ്ടത്, സ്വാഭാവികമായി വരുന്ന FIR ആണ് കണ്ടത്. ഇത് മുമ്പ് പല വിവാദമായ കൊലക്കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ
ഇത് ഈ അന്വേഷണം ഈ പോലീസിൽ നിന്ന് ഇപ്പോൾ അന്വേഷിക്കുന്നവരിൽ മാറ്റി പ്രത്യേക സംഘത്തെ കൊണ്ട് ഇത് അന്വേഷിപ്പിക്കണം. പ്രത്യേക സംഘം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ CBI അന്വേഷണമാണെന്ന് പ്രതിപക്ഷം പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് വളരെ നിഷ്പക്ഷമായ ഒരു അന്വേഷണത്തിലൂടെ കാരണം ഇതിൽ കെട്ടിത്തൂങ്ങിയ സ്ട്രിങ് പോലും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട മെറ്റീരിയൽ എവിഡൻസ് ആണത്. എന്തിലാണോ അയാൾ തൂങ്ങിയെന്നത് ആ സ്ട്രിങ് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അതിനർത്ഥം എന്താണ്? പ്രാഥമികമായ തെളിവുകൾ മുഴുവൻ ഈ കേസിൽ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഈ അന്വേഷണം ഇങ്ങനെ പോവുകയാണെങ്കിൽ അവർ കുറച്ചാൾ ജയിലിൽ കിടക്കുമായിരിക്കും, റിമാൻഡിലേക്ക് കിടക്കുമായിരിക്കും. കേസ് പുഷ്പം പോലെ അവർ ഊരി വരും. ഒരുപാട് പ്രമാദമായ കൊലക്കേസുകളിൽ പ്രതികളെ വെറുതെ വിട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് വെറുതെ വിടുന്നത് തെളിവില്ലാത്തതുകൊണ്ടാണ്. അന്ന് അന്വേഷിച്ചവർ തെളിവ് ഹാജരാക്കാത്തതുകൊണ്ടാണ്. ഈ കേസിൽ ഇങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ ഇതിൽ നിഷ്പക്ഷമായ അന്വേഷണം വേണം. ഇത്തരം കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി വരുത്താൻ CPM, സർക്കാർ, SFI അത് അവർ സന്നദ്ധരാണ്. അതായത് ഒറ്റ കാര്യം ഇതിനകത്ത് പറയാനുള്ളത്, ഇപ്പോൾ SFIയിലേക്ക് ആളുകൾ വരുന്നത് സാധാരണ ഒരു പൊട്ടൻഷ്യൽ എന്താ പറയുക ഒരു റവല്യൂഷണറി കാഴ്ചപ്പാടുള്ള സംഘടന എന്ന നിലയിലാണല്ലോ. ഇപ്പോൾ കുട്ടികൾ തന്നെ ഒരുപക്ഷെ അതിനകത്ത് അവരുടെ ആ സംഗതി മാറിയിട്ട് ആ കുട്ടികളെ മുഴുവൻ ഇങ്ങനെ ഒരു രൂപത്തിലേക്ക് കുട്ടികളുടെ മാനസികാവസ്ഥ മാറ്റിയെടുക്കണമെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് SFIക്ക് എന്തുമാത്രം കൗണ്ടർ റവല്യൂഷണറി പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ളതാണ്. കാരണം വെച്ചാൽ ഒരു സാധാരണ നിലയിൽ ഒരു ക്യാമ്പസിലെത്തുന്ന വിദ്യാർത്ഥികൾ കൂടുതൽ അവരുടെ ആ പ്രായത്തിൻ്റെ പ്രത്യേകത കൊണ്ട് തന്നെ അവർക്ക് പുരോഗമനപരമായ ആശയങ്ങളോട് താല്പര്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിനെയാണ് മുഴുവനായും തിരിച്ച് അവരുടെ പ്രവർത്തകരാക്കി മാറ്റിക്കഴിയുമ്പോൾ അവർ ഈ കൊല്ലാക്കൊല ചെയ്യാൻ കഴിയുന്ന ക്രിമിനലുകളായി പരിവർത്തിപ്പിക്കുന്നത് എന്നുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഇതിന് ഈ ഉത്തരവാദിത്തം ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഒരു കാരണം വെച്ചാലും ഇതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് SFIക്ക് പിന്നോട്ട് പോകാൻ കഴിയില്ല. കൃത്യമായ അന്വേഷണം നടക്കണം. SFIയുടെ തൂവള്ളക്കുടിയിൽ എഴുതി വെച്ചിട്ടുള്ള മുദ്രാവാക്യത്തെക്കുറിച്ച്, സോഷ്യലിസം, സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ നിരന്തരം പറയുന്ന ആളുകൾ അതിനെക്കുറിച്ച് വീണ്ടും പുനർവിചിന്തനം നടത്താൻ തയ്യാറാകണം. സംഘടനയ്ക്ക് മൂല്യച്യുതി സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള വിമർശനങ്ങളെ ഉൾക്കൊള്ളാനും തയ്യാറാകണം.